पुलिस वाले कितनी થઈ ગઈ റൺവേയിൽ നിന്ന് പറന്നുയർന്ന് 500 മീറ്റർ എയർ ഡിസ്റ്റൻസ് താണ്ടി താഴേക്ക് പതിക്കുന്നതിന് തൊട്ടു മുൻപ് ആ 32 സെക്കൻഡ് എന്ത് സംഭവിച്ചു എന്ന ദുരൂഹത മറ നീക്കി പുറത്തു വരാൻ ഒരുങ്ങുന്നു. വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ലഭിച്ചു. വിവരങ്ങൾ ഡീകോഡ് ചെയ്ത് പരിശോധിക്കാൻ 40 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വ്യോമയാന മന്ത്രാലയം. 10 ദിവസത്തിനകം വിവരങ്ങൾ DGCAയ്ക്കും മന്ത്രാലയത്തിനും കൈമാറും. അഹമ്മദാബാദിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ ബോയിങ് 787 ശ്രേണിയിലുള്ള എല്ലാ വിമാനങ്ങളും പരിശോധിക്കണമെന്ന ഉത്തരവാണ് DGCA പുറപ്പെടുവിച്ചിരിക്കുന്നത്. 6 നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ക്യാബിനിലെ വായുവും ഹൈഡ്രോളിക് സിസ്റ്റമും ഇന്ധന പാരാമീറ്ററും അടക്കം വിമാനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പരിശോധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തണം. ഉറ്റവരെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ ബന്ധുക്കളുടെ വാവിട്ടുള്ള കരച്ചിലാണ് ആശുപത്രിയുടെ 4 കോണുകളിലും കേൾക്കാൻ സാധിക്കുന്നത്. കണക്കിൽപ്പെടാത്ത പ്രദേശവാസികളിൽ നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം ബന്ധുക്കളെ അന്വേഷിച്ചെത്തുന്ന മേഘാനി നഗർ നിവാസികൾ ഉന്നയിക്കുന്നു. लेकिन पूरा परिवार मारा 50 मानस लो ये रोड पर सूता થઈ ગયા છે. રોડ ઉપર ઊંઘીએ છે, રોડ પર બેસીએ છે. પણ આ રોડ પર મારો છોકરો મરી ગયો. રોડના ઉપર મારો છોકરો હરગી ગયો. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദുരന്ത സ്ഥലത്തെത്തി. അദ്ദേഹം വിമാനം തകർന്നു വീണ ഇടം, അവിടുത്തെ സാഹചര്യങ്ങൾ എല്ലാം നേരിട്ട് കണ്ട് വിലയിരുത്തി. ആശുപത്രിയിലേക്കും പോയി പരിക്കേറ്റവരെ കണ്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനോട് സംസാരിച്ചു. പ്ലെയിൻ വന്ന് വീണതിന്റെ തൊട്ടടുത്ത് ഇവിടെ ഗുജറാത്ത് ഹൗസിംഗ് ബോർഡിന്റെ ഫ്ളാറ്റുകളാണ്. അവിടെ എല്ലാ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ഏതാണ്ട് കഷ്ടിച്ചൊരു 100 മീറ്റർ ദൂരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ഫ്ളാറ്റിന്റെ ഇടയിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ സംഭവം വളരെയധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും അവർക്ക് ചെയ്തു കൊടുക്കും. രഞ്ജിതയുടെ ബ്രദർ ഇന്ന് രാവിലെയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടികൾക്ക് കൂടുതൽ സമയമെടുത്തേക്കും. 200-ലധികം യാത്രക്കാരുടെയും ബന്ധുക്കൾ ആശുപത്രിയിലെത്തി DNA സാമ്പിളുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. തിരച്ചിൽ പൂർത്തിയായിട്ടില്ല. അവസാനത്തെ മെറ്റൽ പാളിയും തിരിച്ചു നോക്കി ഒരാളെയും കണ്ടെത്താൻ ബാക്കി വെക്കില്ല എന്ന് അധികൃതർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ആകാശപാതയിലൂടെ ഇനിയും വിമാനങ്ങൾ പറന്നുയരും. പക്ഷേ അത് കണ്ടു നിൽക്കുന്ന ആളുകളുടെ കണ്ണിൽ കൗതുകമായിരിക്കില്ല, മറിച്ച് ഭയമായിരിക്കും. ഒപ്പം തങ്ങൾ കണ്ടതുപോലൊരു കാഴ്ച ഇനി ആരും കാണരുതേ എന്നൊരു പ്രാർത്ഥനയും. അഹമ്മദാബാദിൽ നിന്നും ഷിജു പട്ടോത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി.